ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സത്യം പറഞ്ഞ ഇപ്പോൾ ഏകദേശം വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ചയായി. അതായത് ഏകദേശം എനിക്കൊന്ന് കഴിഞ്ഞ 6-ാം തീയതി വീഡിയോ ചെയ്തതാണ്. ഇതുവരെ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പെട്ടുപോയെന്ന് പറഞ്ഞാൽ പെട്ടുപോയി. കാരണം 7-8 ഞങ്ങളുടെ സംഘടനയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു എവിടെയാ മാവേലിക്കര വെച്ചിട്ട്. അപ്പോൾ ഞാൻ 7-ാം തീയതി ഇവിടുന്ന് ഷൂട്ടൊക്കെ ചെയ്ത് സംഘടനാ സംബന്ധമായ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് നേരെ മാവേലിക്കരയ്ക്ക് പോയി. മാവേലിക്കര ചെന്ന് അന്ന് രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13-ാം തീയതി അമ്മയ്ക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ 8-ാം തീയതി സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ 7-ാം തീയതി രാത്രിയിലും അങ്ങ് ചെങ്ങന്നൂർ പോവുക. ചെങ്ങന്നൂർ പോയി കിടന്നിട്ട് 8-ാം തീയതി രാത്രി കൂടെ കഴിഞ്ഞിട്ട് സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനെ അമ്മയും കൊണ്ട് ഇനി പോരണമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ഒരു പ്ലാന്. പക്ഷേ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി. തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് സത്യത്തിൽ 7-ാം തീയതി നേരെ രാവിലെ മാവേലിക്കരയ്ക്ക് പോയി. അവിടെ ചെന്ന് സമ്മേളനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ചെങ്ങന്നൂരിൽ പോയി. ഇപ്പം മാവേലിക്കര ചെങ്ങന്നൂർ ഏകദേശം ഒരു 10 കിലോമീറ്ററിനും 17 കിലോമീറ്ററിനും ഇടയ്ക്കേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് നേരെ ചെങ്ങന്നൂരിന് പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ പിന്നെ എണീറ്റ് നേരെ തിരിച്ച് സമ്മേളനത്തിന് വന്നു. സമ്മേളനം കഴിഞ്ഞിട്ട് 8-ാം തീയതി രാത്രിയാണ് ട്വിസ്റ്റ് നടക്കുന്നത്. 8-ാം തീയതി രാത്രി ഞാൻ നേരെ സമ്മേളനമൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി ഒക്കെ ആയപ്പോഴത്തേനും നേരെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ, അന്ന് അമ്മ അവിടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ തിന്നു. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചില്ല. അച്ഛനും അമ്മയും കഴിച്ചു. അച്ഛനും അമ്മയും കഴിച്ചിട്ട് അവർ കിടക്കാനായിട്ട് റൂമിൽ പോയി. ഞാനും ചേട്ടനും കൂടെ വെളി വന്നിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ അച്ഛന് തീരെ വയ്യ, നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേനും അച്ഛന് ബാത്റൂമിലിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വയറും ഇളകി ഛർദ്ദിച്ച് ഒരു വല്ലാത്ത കണ്ടീഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പിടിച്ച് എണീപ്പിക്കാൻ നോക്കിയപ്പം അച്ഛൻ എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ തോളത്തോടെ കൈ ഇങ്ങനെ ചുറ്റിയിട്ട് അച്ഛനെ പതുക്കെ എണീപ്പിച്ചിട്ട് മുഖമൊക്കെ തുടപ്പിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു കണക്കിന് വല്ലവിധേനം ഛർദ്ദിൽ ജസ്റ്റ് ഒന്ന് നിന്നപ്പോഴത്തേനും പെട്ടെന്ന് തൂക്കിയെടുത്ത് വണ്ടിക്കകത്ത് കയറ്റി. വണ്ടിക്കകത്ത് ഇരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് ഇരുത്തി ബെൽറ്റും ഒക്കെ അങ്ങ് ഇടിച്ചു. പെട്ടെന്ന് ഞാനവിടെ മാലക്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മാലക്കര ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ഡോർ അങ്ങോട്ട് തുറക്കുകയും അച്ഛൻ ഒറ്റ ഛർദ്ദിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ അച്ഛനെ അന്ന് കിടത്തി. ഏകദേശം ഒരു 12:30 ഒക്കെ ആയപ്പോൾ, രാത്രി 12:30 ഒക്കെ ആയപ്പം അവർ പറഞ്ഞു എന്തോ ഒരു ECGയിൽ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് നേരത്തെ ഒരു തവണ അറ്റാക്ക് വന്നിട്ടുള്ളതാണ്, ഒരു ബ്ലോക്ക് ഉള്ളതാണ്. അപ്പോൾ അത് ECGയിൽ വേരിയേഷൻ വന്നു, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിക്കും വിപ്രാളപ്പെട്ടു പോയി. അവിടുന്ന് നേരെ ആംബുലൻസിൽ തന്നെ അച്ഛനെയും കൊണ്ട് നേരെ ചെറിയ മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട് കല്ലിശ്ശേരിയിൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയി. അവിടെ രാത്രി കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി. അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേനും ചെക്കപ്പും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ രാത്രി വിളിച്ചിട്ട് പറഞ്ഞത് ഇതെന്താണ് സംഭവം എന്ന് അവർക്കും അറിയാൻ പറ്റുന്നില്ല. ECGയിൽ ചെറിയൊരു വേരിയേഷനെ കാണിക്കുന്നുള്ളൂ, പക്ഷേ അത് ഈ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അത് തന്നെ ഈ ഛർദിലും വയറ്റിളക്കം പറയുന്നത് അറ്റാക്കിൻ്റെ ലക്ഷണമായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ ഛർദിൽ മാറാനുള്ള മരുന്ന് കൊടുത്തിട്ടും അച്ഛന് വീണ്ടും വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ ഡോക്ടറും പിന്നെ കുറച്ച് കൂടുള്ള ആളുകളും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കാം, നോക്കട്ടെ, എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിരുന്നിരുന്ന് പിന്നെ ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഛർദിലൊക്കെ നോർമലായി, ഇതെന്തെങ്കിലും ഫുഡ് പോയിസണിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നേരം ഒന്ന് സമാധാനമായത്. എങ്കിലും ഒന്ന് ഒബ്സർവേഷനിൽ ഇട്ടേക്കാം, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഒബ്സർവേഷനിൽ ഇട്ടോളൂ, ഇന്ന് തന്നെ ഒരു പിന്നെ ഉച്ചയാകുമ്പോഴത്തേന് ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയാക്കാമെന്ന് ഡിസ്ചാർജ് ആക്കാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഏകദേശം ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു 8 മണിക്കൊക്കെ ഡിസ്ചാർജ് ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 9-ാം തീയതി രാവിലെ ഡിസ്ചാർജും ആക്കിയിട്ട് അച്ഛനെ അമ്മയും കൊണ്ട് നേരെ ഇഞ്ഞ് തിരുവനന്തപുരത്തിന് പോകുന്നു. കാരണം 8-ാം തീയതി വരായിരുന്നല്ലേ. 9-ാം തീയതി രാവിലെ അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് 9, 8, 9, 10, 11-ാം തീയതി, അതെ 11-ാം തീയതി രാവിലെയാണ് അവരെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാരണം ഞായറാഴ്ച അവിടെ അഡ്മിറ്റായി.
ശനിയാഴ്ച അഡ്മിറ്റായി, ശനി ഞായർ അവിടെ അഡ്മിറ്റായി. തിങ്കളാഴ്ച രാവിലെ ഞാൻ അവരെ രണ്ടുപേരെയും കൊണ്ട് നേരെ ഇങ്ങനെ തിരുവനന്തപുരത്തിന് വന്നു. ഇപ്പം എന്തായാലും അമ്മയെ കൊണ്ടുവന്ന് കണ്ണാശുപത്രിയിൽ അഡ്മിറ്റാക്കി. അമ്മയുടെ ഓപ്പറേഷൻ എന്തായാലും വളരെ സക്സസ് ആയിട്ട് ഇന്നലെ കഴിഞ്ഞു. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഡിസ്ചാർജാണ്. അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി നേരെ നമ്മുടെ കണ്ണാശുപത്രിയിലോട്ട് പോവാം. ഇന്നലെ പിന്നെ അമ്മയെ കാണാൻ നല്ല രസമായിരുന്നു. ഈ മാമാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ടെ മുടിയൊക്കെ രണ്ട് സൈഡിലൊക്കെ കെട്ടിയിട്ട് നല്ല ചുന്ദരിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ നേരെ അവരെ വിളിക്കാനായിട്ട് പിന്നെ ഇവിടെ കണ്ണാശുപത്രിയിലോട്ട് പോവാണ്. ഞാനങ്ങനെ കണ്ണാശുപത്രിയിലെത്തി. ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് നമ്മുടെ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മ കിടക്കുന്ന എന്താ കണ്ട, പിന്നെ കണ്ണൊക്കെ കണ്ട, കണ്ണില് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുക. പണ്ടാണെങ്കിൽ ഈ കറുത്ത ഗ്ലാസ് ആയിരുന്നു അല്ലേ, ഇപ്പൊ കറുപ്പൊന്നുമില്ല. അച്ഛനെങ്ങനെ എന്ത് ചെയ്തായിരുന്നു തന്നെ? അച്ഛനും ഇതേ ഓപ്പറേഷൻ അല്ല, അമ്മയുടേത് അച്ഛനേക്കാളും കുറച്ചുകൂടെ ക്രിട്ടിക്കലായിരുന്നു. പക്ഷെ അച്ഛനും ഈ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അന്ന് പക്ഷെ കറുത്തതായിരുന്നല്ലേ കണ്ണാടി? എവിടെ? കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം കറുത്ത കണ്ണാടിയായിരുന്നു. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ വെളുത്ത കണ്ണാടിയാ. ഇനിയിപ്പോ നമുക്ക് ഡിസ്ചാർജിന്റെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കുളമായിട്ട് എടുക്കുക. എന്തിന്? നമ്മുടെ ബെല്ലക്കുട്ടനെ കൊണ്ട് ഒരു ആശുപത്രി കയറേണ്ടി വന്ന്. ഈ ഒരാഴ്ച കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കേസുകളാണ്. ബെല്ലക്കുട്ടന് അതിനിടയ്ക്ക് എന്തൊക്കെയോ ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നു. ഉടനെ ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അസ്വസ്ഥത വന്നെങ്കിലും പ്രധാനമായിട്ടും കൊണ്ടുപോകാൻ കാര്യം എന്ന് പറയുന്നത് അവന് ഈ വർഷത്തിലെടുക്കുന്ന ഈ പേയ്ക്കുള്ള ഇഞ്ചക്ഷനും അതേപോലെ ഇതിന് ഇമ്മ്യൂണൈസേഷനുള്ള ഇഞ്ചക്ഷനും ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും എടുത്തു. എന്തായാലും അവൻ അങ്ങനെ ഹാപ്പിയായി. പിന്നെ വിരക്കുള്ള മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ വീട്ടില് ഏകദേശം എല്ലാവരും ഇപ്പൊ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടിയത് എനിക്കാണ്. കാരണം 3 ഇടത്തായിട്ട് കിടന്ന് കറക്കമായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ഒക്കെ വാങ്ങിച്ച് നേരെ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അമ്മയ്ക്ക് ഇനി കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്ക് ഇല്ലേ വെച്ചാൽ ഒരു മാസം തല കുളിക്കരുത് അല്ലേ? 1 മാസം യാത്ര പാടില്ല, തല കുളിക്കാൻ പാടില്ല. പിന്നെന്തുവാ? ഒരാഴ്ചയുള്ളൂ തല കുളിക്കാൻ. 1 മാസം ഒന്നും രാവിലെ വെച്ചാൽ പറഞ്ഞു. ഒരാഴ്ചയുള്ളൂ അല്ലേ? നമുക്ക് ചോദിക്കാം ഒന്നുകൂടെ. എന്തായാലും ഒരാഴ്ച തല കുളിക്കാൻ പാടില്ല, 1 മാസത്തേക്ക് യാത്ര പാടില്ല, പിന്നെ കുറെ മരുന്നുകൾ. എത്ര മണിക്കൂറോട് വിട്ടാ? 3 കുട്ടിയുണ്ട്. നേഴ്സ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കണ്ണി മരുന്ന് ഒഴിക്കണം കുറെ നാളെ ത്രൂ ഔട്ടായിട്ട്. ഇതിലൊക്കെ 3 കുപ്പി തന്നിട്ടുണ്ട് മരുന്ന്. ഇതിലൊക്കെ ഏറ്റവും സങ്കടകരമായ കാര്യം, മൊബൈൽ നോക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല. അമ്മ പെട്ട് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒന്നും നോക്കാൻ പാടില്ല. അമ്മയ്ക്ക് പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒന്നും നോക്കത്തില്ല. പക്ഷെ മൊബൈല് നോട്ടം ഇത്തിരി കൂടുതലാ. അയ്യടാ വലിച്ച ചിരി കണ്ടില്ലേ? മൊബൈൽ നോട്ടം ഇത്തിരി കൂടുതലാ. മൊബൈൽ നോട്ടം, അതായത് ടി വി കാണുന്നു, സീരിയല് കാണാറുണ്ട് രാത്രി. പക്ഷെ ഏറ്റവും കൂടുതലുള്ള മൊബൈൽ നോട്ടമാണ്. അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. 1 മാസം അല്ലേ? 1 മാസം നോക്കരുതെന്ന് പറയുന്നുണ്ട്. അയ്യോ, കേൾക്കുക മാത്രമേ പാടുള്ളൂ. അതായത് അത്യാവശ്യം ആരെങ്കിലും കോളും എല്ലാം വന്നു കഴിഞ്ഞാൽ ഫോണിൽ നോക്കരുത്, നമ്മൾ എടുത്തിട്ട് ഫോൺ ചെവി പിടിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും കൊള്ളാം. നല്ല ഉഗ്രനൊരു ആശുപത്രി മാമാങ്കോ. അത് സാരമില്ല. അങ്ങനെ ഹോസ്പിറ്റൽ മാമാങ്കം ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുക. ഇതെന്ന് അവസാനിക്കുമല്ലോ. അങ്ങനെ നമ്മൾ നീണ്ട 4 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം തിരിച്ചിറങ്ങാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ബില്ലൊക്കെ അടച്ച് ഏകദേശം ഡിസ്ചാർജ് സമ്മറി ഒക്കെ കിട്ടി. ഞാനിപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കുറ്റം പറയുന്നല്ല, നമ്മുടെ ഈ സർക്കാർ ആശുപത്രിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മളൊരു 50 പ്രാവശ്യം ഓടണം. കാരണം ഒരു റൂമിൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് എല്ലാം സെറ്റ് ചെയ്യാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഓഫീസിൽ ചെന്ന് കുറേ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് റോഡിനപ്പുറത്തുള്ള വേറൊരു ഓഫീസിൽ ചെന്ന് കുറേ കാര്യങ്ങൾ സാധിച്ച് തിരിച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞ് വീണ്ടും കുറേ കാര്യങ്ങൾ സാധിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് കുറേ ഓടും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പേവാടാണ്. പക്ഷേ പേവാടായിരുന്നാലും ഈ പേവാടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ ഓട്ടം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത്ര ഓടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ, അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ഓട്ടം കഷ്ടമാണ്. നമ്മളിപ്പോൾ പേവാടായതുകൊണ്ട് തന്നെ ഇത്ര ഓട്ടം. അപ്പോൾ ഈ ജനറൽ വാർഡിലൊക്കെ ഉള്ളവർക്ക് നല്ല ഓട്ടമായിരിക്കും. പിന്നെ മെഡിസിപ്പുകാർക്ക് ഇതിലും ഓട്ടമുണ്ട് കേട്ടോ. മെഡിസിപ്പുകാർക്ക് ഈ ഇൻഷുറൻസ് ആനുകൂല്യമാണല്ലോ. അപ്പോൾ ഇൻഷുറൻസ് ആനുകൂല്യം ആയതുകൊണ്ട് അവർക്ക് നമ്മളെക്കാൾ ഓട്ടമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഓടി തിരിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് വിടാം.